ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് കണ്ടെത്താൻ നമ്മൾ വൈകിപ്പോയോ? വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ഈ ചൂട് കൂടുകയാണെങ്കിൽ ഈ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഇത്തരം ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പള്ളിവാസൽ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ ആയിരുന്ന ജേക്കബ് ജോസിനോട് ഞങ്ങളുടെ പ്രതിനിധി സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് സംസാരിച്ചത് കേൾക്കും. നമുക്ക് സിനോജിലേക്കാണ് പോവേണ്ടത്. സിനോജ്, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഇതിപ്പോൾ ഇടയ്ക്കിടെ പവർ കട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് എന്താണ് ഒരു പരിഹാരം? വിനീത, തീർച്ചയായിട്ടും വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയായിരുന്നു നേരത്തെ പീക്ക് ടൈം 10 മണി വരെയായിരുന്നു പീക്ക് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അർദ്ധരാത്രിയും പിന്നിട്ട് പോയിരിക്കുകയാണ്. ഓരോ വർഷവും ഉപയോഗം കൂടി വരികയാണ്. ഈ ഉപയോഗം കൂടുമ്പോൾ റഹീസ് പറഞ്ഞതുപോലെ പുറമേ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. എനിക്കിപ്പം ഉള്ളത് പള്ളിവാസൽ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജറായിരുന്ന ജേക്കബ് സാറാണ്. 19 വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 60 മെഗാവാട്ടിൻ്റെ പദ്ധതി. അതും പദ്ധതി നിന്ന് പോയപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തിയാണ് കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നമ്മൾ എത്ര കാലം ഈ വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങി ഈ പ്രശ്നത്തെ നേരിടും? കേരളത്തിൽ ഇപ്പോൾ പീക്ക് ലോഡ് പ്രതിഭാസം അനുഭവപ്പെടുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ 3 മാസങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ഇപ്പം ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഹയസ്റ്റ് പീക്ക് ലോഡ് വന്നിരിക്കുന്നത് 6200 മെഗാവാട്ടും 11.7 കോടി യൂണിറ്റുമാണ്. ഇതിനെ സംബന്ധിച്ച് KSEBയുടെ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ ചില റിലീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്ക് ഇത്രയും വലിയ ഉപഭോഗം ഈ സമയത്ത് വരും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്നു വരുന്ന AC-യുടെ ഉപയോഗം, അതുപോലെ കുക്കിങ്ങിനും ഇലക്ട്രിക്കൽ വെഹിക്കിളിനും മറ്റും വരുന്ന വർദ്ധിച്ച ഉപഭോഗം നിമിത്തം തീർച്ചയായിട്ടും അടുത്ത 4-5 വർഷങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ പീക്ക് ലോഡ് 10,000 മെഗാവാട്ടും 20 കോടി യൂണിറ്റിലേക്കും ഉയരും. ഇതിനെ വന്നാൽ അതിനൊരു ബദൽ മാർഗം എന്താണുള്ളത് നമുക്ക്? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിനും ഈ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിക്കുക എന്നുള്ള ആ ശീലം മാറ്റണം. അയൽപക്കത്തെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് നമ്മൾ പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കറന്ന് കാര്യമായിട്ട് പാലൊന്നും എടുക്കാൻ സാധിക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 13,000-നും 14,000-നും കോടി മധ്യേ രൂപ ചിലവാക്കി 75% കറണ്ടും പുറമേ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ആ സ്ഥിതി മാറ്റിയേ പറ്റൂ. അതിനുവേണ്ടി നമ്മുടെ മുമ്പിൽ ശരിക്ക് പറഞ്ഞാൽ 4 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഒരു 2000 മെഗാവാട്ട് ശേഷിയെങ്കിലും ഉള്ള ബേസ് ലോഡ് എടുക്കാൻ ശേഷിയുള്ള തെർമൽ പവർ പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത്. 10-20 വർഷം മുമ്പ് ചീമേനിയിൽ ആ പരിശ്രമം നടത്തി പരാജയപ്പെട്ടതുകൊണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇതേ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറവുള്ള ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിച്ചാലും നമുക്ക് ഈ പീക്ക് ലോഡ് സമയത്തേക്ക് അതിൽ നിന്ന് കറണ്ട് കിട്ടും. പക്ഷേ ന്യൂക്ലിയർ പ്ലാന്റും ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ളതും പ്രായോഗികമല്ല. മൂന്നാമത്തതും കുറച്ചുകൂടി പ്രായോഗികവുമായ മെത്തേഡാണ് പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ്. ലോകത്തിലും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും പല സ്ഥലത്തും വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ രീതിയാണിത്. കേരളത്തിൽ ഏകദേശം 3 വർഷം മുമ്പ് KSEB തന്നെ നടത്തിയ പഠനത്തിന് പ്രകാരം 9 ലൊക്കേഷനുകളിലായി ഏകദേശം 2000 മെഗാവാട്ടിനടുത്ത് പവർ നമുക്ക് പീക്ക് ലോഡ് അല്ലെങ്കിൽ പമ്പ്ഡ് സ്റ്റോറേജ്. ഈ ബാറ്ററി പ്ലാന്റുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്, അത് വലിയൊരു സാധ്യതയല്ലേ? ബാറ്ററി പ്ലാന്റുകൾ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു ബാറ്ററി പ്ലാന്റ് തുടങ്ങിയിരിക്കുന്നത് വെറും 60 മെഗാവാട്ട് അവറിൻ്റെ ശേഷിയുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ സോളർ പാനലുകൾ നിരത്തുന്നതിൻ്റെ കാര്യത്തിനും സ്ഥലപരിമിതിയുടെ വിഷയമുണ്ട്. അതിലെനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളത്, നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന NH66-ന്റെ മുകളിൽ 6 മീറ്റർ പൊക്കത്തിൽ പാനലുകൾ നിരത്തുകയാണെങ്കിൽ അത് 12,500 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നിന്ന് നമുക്ക് 5000 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതാണ് അത്രയധികം കറന്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നല്ല ബദൽ മാർഗമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും മികച്ച ഒരു സജഷനാണ് അദ്ദേഹം നൽകുന്നത്. പള്ളിവാസൽ പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ ആയിരുന്ന ജേക്കബ് ജോസ് സിനോജ് തോമസിനോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് തിരിച്ചെത്തണം മറ്റു വിശദാംശങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.